ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും മതി ഇട്ടാൽ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, പുതിനയില, മല്ലിയില, ഉപ്പ് ഇത്രയും മതി ഇട്ടാൽ. പിന്നെ മസാലപ്പൊടി, ഗരം മസാല പൊടിച്ചതും വേണം. ആദ്യം തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ചെമ്മീൻ കുറേശ്ശെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ സവാള അരിഞ്ഞതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം വഴച്ചെടുക്കണം. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം വഴച്ചെടുത്തുട്ടാ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി നല്ലോണം ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്ത് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി വേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറേ ദിവസമായില്ലേ ഞാൻ വോയിസൊക്കെ കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടണം. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഇടാണ്ട് പറ്റില്ല, കുറേ ദിവസമായിട്ടിട്ട്. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തത് നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാനുള്ള പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യും അങ്ങനെ ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പകുതി സവാള അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കുക. അധികം വഴറ്റൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി കഴുകി മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാ. എന്നിട്ട് അരി ഇട്ട് കൊടുത്തു. അരി ഒന്ന് ചൂടായി വരുമ്പോൾ തിളപ്പിച്ച വെള്ളം, ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് ഞാൻ വയ്ക്കാറ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചു കേട്ടോ. എന്നിട്ട് ഒന്ന് തള വന്നപ്പോൾ ഞാൻ മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ അരി നല്ലോണം വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെ വേവാത്ത പോലെയൊക്കെ കിടക്കും. അങ്ങനെ നമ്മുടെ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ മല്ലിയില, പിന്നെ സവാള ഫ്രൈ ചെയ്തത്, കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസ് വേണ്ടവർക്ക് ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ഒഴിക്കാറുണ്ട് കേട്ടോ. പിള്ളേർക്ക് അമ്മാണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ദമ്മിലിടണം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ ബിരിയാണി പാത്രം തുറന്നു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.